ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷനാണ്. അതോടൊപ്പം തന്നെ അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ഇമോഷൻസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Nine of Pentacles, Three of Cups, Four of Pentacles, Tower, Three of Pentacles, Queen of Wands, Eight of Pentacles, Moon, Five of Cups, King of Cups, Page of Pentacles. നമുക്കൊരു കാർഡ് കൂടി എടുക്കാം. Eight of Wands. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവർ പോലും എക്സ്പെക്റ്റ് ചെയ്യാതെ വളരെ സഡനായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് മോശമായിട്ടുള്ള സാഹചര്യം, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഒരുപക്ഷെ വളരെയധികം മെച്ചുറായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഫിനാൻഷ്യലി സ്റ്റേബിൾ, അല്ലെങ്കിൽ നമ്മൾ വെൽ സെറ്റിൽഡ് എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു പേഴ്സൺ ആയിരിക്കും, വളരെ കോൺഫിഡൻസ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു കോൺഫിഡൻസിനേറ്റ ഒരു പ്രഹരമായിട്ട് വേണം നമുക്കിപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റത്തെ കാണേണ്ടത്. ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ടീം വർക്കിലൊക്കെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരുപാട് സപ്പോർട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർ വളരെ കോൺഫിഡൻസോടുകൂടി കണ്ടിരുന്ന ആ ഒരു കാര്യത്തിന് വലിയൊരു പതനം സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു തകർച്ച സംഭവിച്ചതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഫിനാൻഷ്യലിയുള്ള കാര്യങ്ങളിലോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിലോ പല കാര്യങ്ങളിലും വളരെ ഈഗോയിസ്റ്റിക്കായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കനത്തൊരു തിരിച്ചടി നടന്നതായിട്ട് തന്നെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു പേഴ്സൻ്റെ ഒരു ലൈഫ് പാറ്റേൺ തന്നെ മാറിപ്പോകുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഭൂരിഭാഗം വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ക്രൈസിസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു സാഹചര്യമുണ്ട്. ചിലപ്പോൾ ജോബിന് ചേഞ്ചസ് വരിക, വിചാരിക്കുന്നത് പോലെ അല്ലാതെ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, വളരെ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിത്തീരുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അവർ ഫിനാൻഷ്യലി ചിലപ്പോൾ ഒന്ന് അടിവതറി പോകുന്ന, അല്ലെങ്കിൽ ഉള്ളൊരു സപ്പോർട്ട് പോലും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒരു വീഴ്ച പറ്റുമ്പോഴാണ് നമ്മളോടൊപ്പം അത്ര നാളുണ്ടായിരുന്ന ആരും ഇല്ല, നമുക്കൊരു കൈ തന്ന് സഹായിക്കാമെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഈ ഒരു പേഴ്സണ് വന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലവർ നമുക്ക് അറിയാം, ഒരു വലിയൊരു പതർച്ച കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഇരുന്ന് പോകും, ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നതായിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ വീണ്ടും ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്.
ഒരിക്കലും ആ ഒരു പേഴ്സൺ എഫേർട്ട് ഇട്ടിട്ട് പോലും നഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർക്ക് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പോലെ ബാലൻസ് ചെയ്യാനോ കഴിയുന്നില്ല. വളരെയധികം ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് ഉണ്ടാകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും ആ ഒരു ഫിയർ, ആങ്സൈറ്റി, ഫിയറൊക്കെ നല്ലതുപോലെ ഉള്ളൊരവസ്ഥയാണ്. ചിലപ്പോൾ എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കേണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ഒരു മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നഷ്ടബോധം, ആ ഒരു ലോസ് നല്ലതുപോലെ ഈ ഒരു പേഴ്സൺ അറിയുന്നുണ്ട്. മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വ്യക്തികൾക്കും ഇത് അവരുടെ ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ജോലി സംബന്ധമായിട്ട് അങ്ങനെയൊക്കെയുള്ള അവരുടെ ഒരു മെയിൻ ഏരിയാസിൽ സംഭവിച്ചിട്ടുള്ള ഒരു പതനമായിരിക്കും. ചിലവർക്കിത് അവരുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്താണെന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻസ് ആയിട്ട് കണ്ടിട്ടുള്ള കാര്യത്തിലാണ് ഈ തിരിച്ചടി ഏറ്റിട്ടുള്ളത്. അവർ വിചാരിച്ചിട്ടും അവർക്കതൊന്നും മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ ഹീലിംഗ് ആണ് ഈ ഒരു സമയത്ത് ഈ പേഴ്സണ് വേണ്ടത്. ആ ഒരു ഇമോഷണൽ ഹീലിങ്ങിന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്കത് കിട്ടുന്നില്ല എന്നുള്ളത് പറയാം. അപ്പോൾ വളരെ ബോൾഡായിട്ട് ഉണ്ടായിട്ടുള്ള നഷ്ടം കാര്യങ്ങളൊക്കെ അതിജീവിക്കാൻ ശ്രമിച്ചിട്ടും കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇവിടെ പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിലുള്ള തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് വീണ്ടും ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നു, മാനസിക ബുദ്ധിമുട്ടും സംഘർഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ ഇരുന്ന് പോകുന്നില്ല. വളരെ വീണ്ടും നമ്മൾ പറയുന്ന പോലെ തന്നെ ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ആ ഒരു ബേബി സ്റ്റെപ്സ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വീണ്ടും ഇനിഷ്യേറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആക്ഷൻ എടുക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ലൈഫിലൊരു പതനം സംഭവിച്ചു എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതായത് ആ ഒരു കംപ്ലീറ്റ്ലി ഇമോഷണലി ആയിട്ടുള്ള ഒരു നഷ്ടവും വേദനയൊക്കെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രാക്ടിക്കലായിട്ടും കൂടി ചിന്തിക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് കാണണം. കാരണം ചിലർ ഈ പറഞ്ഞതുപോലെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലൈഫ് തന്നെ കൈവിട്ടൊരവസ്ഥയിലാവാറുണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പിലോ സാമ്പത്തികത്തിലോ എവിടെയാണെന്നുണ്ടെങ്കിലും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ഇരുട്ടിൽ തപ്പുന്നൊരവസ്ഥ. ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ശ്രമിച്ചിട്ടും കാര്യങ്ങളൊന്നും അവർക്ക് വീണ്ടും നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും അവർ അതും പറഞ്ഞ് വെറുതെ ഇരിക്കുന്നില്ല. മുന്നോട്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു എനർജിയാണെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ കോൺഫിഡൻസിനുള്ളൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യക്തിക്ക് ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് ഇപ്പോൾ എന്താണ്, അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ ഒരു സമയത്ത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അവരുടെ സിറ്റുവേഷൻ എന്തായാലും കുറച്ചൊരു വേഴ്സ് സിറ്റുവേഷനാണ്. അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് മാനസിക ദുഃഖവും സങ്കടമൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അവരെങ്ങനെയാണെന്നുള്ളതിലേക്ക് നമുക്ക് പോവാം. Nine of Fire, Queen of Water, Two of Earth, Hanged Man, Four of Water, Temptation, Eight of Fire, Four of Earth, Magician, Ten of Water, Sun, Eight of Earth, Star, Patience, Call. ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഇമോഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെ തീവ്രമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീവ്രമായിട്ട് ആഗ്രഹിക്കുക മാത്രമല്ല, ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവിലിരിക്കുന്ന ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് നമ്മൾ പറയില്ല, ഈ ഒരു കാര്യം എൻ്റെ വീക്ക് പോയിൻ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അതെൻ്റെ വീക്ക്നെസ് ആണ് എന്ന് പറയുന്നത് പോലെ നിങ്ങളാണ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ വീക്ക്നെസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു കണക്ഷൻ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വ്യക്തി ഇപ്പോൾ കാണുന്നുണ്ട്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇമോഷണൽ ഹീലിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് കിട്ടാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഒരുപക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു തകർച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാമീപ്യം വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. മാത്രമല്ല നമ്മൾ ഇപ്പോൾ നമ്മൾക്ക് ഒരു മോശകരമായിട്ടുള്ളൊരു സാഹചര്യം ഒക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ് നമ്മളുടെ കൂടെ ആരാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ആരുടെ സപ്പോർട്ടാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ചിലപ്പോൾ അതുവരെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സോ മറ്റുള്ള വ്യക്തികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പമൊക്കെ നമ്മൾ ഹാപ്പിയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ആരുണ്ടെങ്കിലാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ആർക്കാണ് നമ്മളെ അതിൽ നിന്നെല്ലാം കൈപിടിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയുക എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഈ പേഴ്സൻ്റെ ലൈഫിൽ വളരെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകം ആണെന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഹീലാവാനായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ എത്ര ഇരുട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു വെളിച്ചമായിട്ട് പ്രതീക്ഷയായിട്ട് അവർ കാണുന്നത് നിങ്ങളെയാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി എന്ന് തന്നെ പറയാം. ഇപ്പോൾ കറൻലി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പേഴ്സൺ തന്നെയായിരിക്കാം. നമ്മൾ പറഞ്ഞാണ് ആ ഒരു തകർച്ചയിൽ നിന്നെല്ലാം കരകയറാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊരു സമയമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്ത വരുമ്പോൾ ഇപ്പോൾ ഫിനാൻഷ്യലി വളരെയധികം ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് അവർക്ക് കരകയറാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളൊരു ചിന്താഗതി, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സണ് വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു രീതിക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് അവർക്കിപ്പോൾ തോന്നുന്നത്. അതായത് നമുക്ക് ഇന്നൊരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ എനിക്ക് വേണം എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ അതിനകത്തുനിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ കഴിയാതെ ആകുമ്പോഴാണ് അത് നമ്മുടെ വീക്ക്നെസ് ആയിട്ട് മാറിപ്പോകുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അവരിപ്പോൾ ലോജിക്കലി തിങ്ക് ചെയ്ത് അവർക്കിപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളോ കാര്യങ്ങളോ ഒക്കെ വന്ന് അവർ സ്റ്റക്കായി കഴിഞ്ഞാൽ പോലും അവർ പിന്നെ ചിന്തിക്കുന്നത് നിങ്ങളില്ലാതെ അവർക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനകത്ത് അവർ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചർച്ചക്കുറവോ അകൽച്ചയൊക്കെ ആയിട്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വന്ന് കാണണം, അല്ലെങ്കിൽ അവർ ആക്ഷൻ എടുക്കും എന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. കാരണം ഈ ഒരു പേഴ്സൺ ഒരു നമ്മളിപ്പോൾ ഇമോഷൻസ് ആണ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ചിന്തിച്ച് വിട്ട് കളയുന്ന, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആക്ഷൻ എടുക്കാമെന്ന് ചിന്തിക്കുന്ന എനർജീസ് അല്ല, വളരെ സ്ട്രോങ് ആയിട്ടും ആക്റ്റീവായിട്ട് നിൽക്കുന്ന എനർജീസ് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഗ്യാപ്പിനൊക്കെ ശേഷം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ തിരിച്ചു വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർ തിരിച്ചു വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരാനോ ആക്ഷൻ എടുക്കാനോ ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ലൈവായിട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജി തന്നെയാണ്. മാത്രമല്ല നിങ്ങളെ വിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളെ വിട്ട്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മറ്റാരുടെയെങ്കിലും സ്വന്തമാവുന്നൊന്നും ഈ ഒരു പേഴ്സൺ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു വ്യക്തി പോലും ആയിരിക്കാം. ഇനി ഇതുപോലെ ഇവിടെയുള്ള ചില കാർഡ്സിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നേരത്തെ സിറ്റുവേഷനിൽ പറഞ്ഞതാണ് അവർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായി, അല്ലെങ്കിൽ അവർ വളരെ കോൺഫിഡൻസ് ആയിട്ട് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചൊരു കാര്യത്തിലാണ് അവർക്ക് പതനം സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ കുറച്ച് പേർക്ക് ചിലപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെയായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെയായിരിക്കാം അവരുടെ ലൈഫിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഡൗൺഫോളിലേക്ക് അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്കൊക്കെ പോയത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. വീണ്ടും കൂട്ടിയിണക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഓക്കെ ആവാതിരുന്നിട്ടുണ്ടാവാം. കുറച്ച് പേർക്ക് ആ ഒരു സിറ്റുവേഷൻ ആവാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ചില കാർഡ്സിൻ്റെ എനർജിയിലും അത് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം, അത്രയും ഒരു പിടിവാശി പോലെ അല്ലെങ്കിൽ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് റീഡിങ്ങിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം. കാരണം ഇവിടുത്തെ നമുക്ക് ആ ഒരു മേജർ ആർക്കാന കാർഡ്സിൻ്റെ സാന്നിധ്യമാണെന്നുണ്ടെങ്കിലും, അല്ല ഇവർക്ക് നിങ്ങളോടുള്ള
എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അത് സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവരുടെ ലൈഫ് ലോങ് കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ്, ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു ഫാമിലി പോലെയൊക്കെ നിങ്ങളെ കണ്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് അവരുടെ ഹസ്ബൻഡോ വൈഫൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, കുട്ടികളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇമോഷണൽ ഹീലിംഗ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് കിട്ടേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമുക്കൊരു മെഡിസിനായിട്ട് നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ തീവ്രമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൺ എനർജിയാണ്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ്. സണ്ണും സ്റ്റാറും എല്ലാം നമുക്ക് ഇവിടെ കയറി വന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ആ ഒരു പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം നമുക്കിവിടെ നല്ലതുപോലെ കാണാം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്തൊക്കെ ആ ഒരു ക്ലാരിറ്റി വേണം എന്നുള്ളൊരു ചിന്താഗതി, അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് സെറ്റിന് തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനായിട്ട് അവർ ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ഹാർഡ്ഷിപ്പിന് ശേഷം, അല്ലെങ്കിൽ ഒരു ടഫ് സിറ്റുവേഷന് ശേഷം സ്ട്രോങ് റീകൺസിലേഷൻ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഇന്നർ പീസ് എനർജി, ഇതെല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ വളരെ മനസ്സമാധാനത്തോടെ ഇരിക്കുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഈ ഒരു പേഴ്സൺ ഒന്ന് ഹാപ്പി ആക്കി അല്ലെങ്കിൽ കംഫർട്ടാക്കി വെക്കുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റിലുള്ള പല കാര്യങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ, ആ ഒരു എനർജിയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കണക്ഷൻ സംതിങ് സ്പെഷ്യൽ ആണ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുന്നുള്ളത് അറിയില്ല. അപ്പോൾ എത്ര പേർക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും നിങ്ങളെ മതി, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു പില്ലറായിട്ട് കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം. Libra zodiac sign, രേവതി നക്ഷത്രം, അവിട്ടം, കാർത്തിക. നമ്പർ 13 നമ്പർ 12, ലെറ്റർ എ, പാലക്കാട്. അക്വേറിയസ്, രോഹിണി നക്ഷത്രം, ലെറ്റർ വൈ, നമ്പർ 17, നമ്പർ 23, നമ്പർ 28, ലെറ്റർ ഡി, ലെറ്റർ എച്ച്, തൃശ്ശൂർ. ജെമിനി സോഡിയക് സൈൻ, ആലപ്പുഴ. ഉത്രാടം നക്ഷത്രം, നമ്പർ 22, മലപ്പുറം. മകയിരം നക്ഷത്രം ആൻഡ് നമ്പർ 24. ഇതാണ് ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സ്ട്രോങ് ബോണ്ടിങ്ങിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ഈ ഒരു പേഴ്സണിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.